ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ ആ വലിയ യാത്രയ്ക്ക് തുടക്കമാവുകയാണ്. പ്രാർത്ഥനകളും പ്രതീക്ഷകളും നിറഞ്ഞൊരു കുടുംബയാത്ര. ഞങ്ങളുടെ യാത്രയുടെ ആദ്യ ലക്ഷ്യം മറ്റെങ്ങുമല്ല, സാക്ഷാൽ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലേക്കാണ്. ഗുരുവായൂരപ്പന്റെ കാരുണ്യം നിറഞ്ഞ ആ പുഞ്ചിരി കണ്ട് തൊഴുന്നു മടങ്ങുമ്പോൾ മനസ്സിനൊരു പ്രത്യേക നിർവൃതിയായിരുന്നു. ദ്വാപരയുഗത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ച ഈ വിഗ്രഹം ദ്വാരക സമുദ്രത്തിൽ മുങ്ങിയപ്പോൾ ഉദ്ധരിച്ചതാണ് എന്നാണ് ഐതിഹ്യം. ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്നാണ് ഈ മണ്ണിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചത്. അങ്ങനെയാണ് ഈ പുണ്യഭൂമിക്ക് ഗുരുവായൂർ എന്ന പേര് ലഭിച്ചത്. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം വാങ്ങി ഞങ്ങൾ നേരെ വെച്ച് പിടിപ്പിച്ചത് മുരുകന്റെ മണ്ണായ പഴനിയിലേക്കാണ്. മലമുകളിൽ വേലായുധനായി വിളങ്ങുന്ന പഴനിയപ്പന്റെ സന്നിധി. ജ്ഞാനപ്പഴത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ നാരദൻ കൊണ്ടുവന്ന മാമ്പഴം ജ്യേഷ്ഠനായ ഗണപതിക്ക് കിട്ടിയപ്പോൾ പിണങ്ങി മലമുകളിൽ വന്നിരുന്ന മകനെ ആശ്വസിപ്പിക്കാൻ ശിവനും പാർവതിയും എത്തി. മകനെ, നീ തന്നെയാണ് ജ്ഞാനത്തിന്റെ പഴം നീ എന്ന് മാതാപിതാക്കൾ പറഞ്ഞതിൽ നിന്നാണ് ഈ സ്ഥലത്തിന് പഴനി എന്ന പേര് വന്നതെന്നാണ് ഐതിഹ്യം. സിദ്ധനായ ഭോഗർ തങ്കവും നവരത്നങ്ങളും മറ്റ് ഔഷധങ്ങളും ചേർത്ത നവപാഷാണ കൂട്ടുകൊണ്ട് നിർമ്മിച്ചതാണ് ഇവിടുത്തെ മുരുക വിഗ്രഹം. പഴനിയിൽ വന്നാൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ തലമുടി കാവടിയായി സമർപ്പിക്കുന്നത്. ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളുടെയും മുടി ഇവിടെ വെച്ചാണ് മൊട്ടയടിച്ചത്. കത്രികയും കത്തിയും തലയിൽ തൊട്ടപ്പോഴേക്കും 2 പേരും അങ്ങ് കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കണ്ടപ്പോൾ സങ്കടം വന്നെങ്കിലും മുരുകന്റെ സന്നിധിയിൽ വെച്ച് അവരുടെ ആ ചടങ്ങ് ഭംഗിയായി നടത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം തോന്നി. പഴനി ദർശനമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങിയത് തേനി കമ്പം വഴിയാണ്. ആ വഴിയിലാണ് മനോഹരമായ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടത്. വഴിയരികിൽ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മുന്തിരിത്തോട്ടങ്ങൾ. അവിടെയുള്ള വളരെ ഫേമസ് ആയ ഒരു തോട്ടത്തിലാണ് ഞങ്ങൾ കയറിയത്. കറുത്ത മുന്തിരികൾ കുലകുലയായി തൂങ്ങിക്കിടക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയായിരുന്നു. അവിടെയുണ്ടായിരുന്ന ചേച്ചിമാർ നല്ല വിളഞ്ഞു പാകമായ മുന്തിരികൾ എങ്ങനെയാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടതെന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നു. ആ തോട്ടത്തിലൂടെ നടന്ന് മുന്തിരികൾ നേരിട്ട് പറിക്കുന്നതൊക്കെ ഒരു ഒന്നൊന്നര അനുഭവം തന്നെയായിരുന്നു. അവിടെ നിന്ന് നല്ല ഫ്രഷ് മുന്തിരിയും ഒപ്പം നല്ല ഒന്നാന്തരം മുന്തിരി വൈനുമൊക്കെ വാങ്ങിയാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. അങ്ങനെ മടക്കയാത്രയുടെ ആവേശത്തിൽ പോകുന്ന വഴിയിലാണ് മനം കുളിർപ്പിക്കുന്ന ആ കാഴ്ച ഞങ്ങൾ കണ്ടത്. പ്രസിദ്ധമായ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം. മലമുകളിൽ നിന്ന് പാറക്കെട്ടുകളിലൂടെ പതഞ്ഞൊഴുകുന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് യാത്രയുടെ ക്ഷീണമൊക്കെ മാറ്റി കുറച്ചു നേരം ഞങ്ങൾ അവിടെയൊക്കെ ചിലവഴിച്ചു. കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. ഞങ്ങൾ ഗുരുവായൂരപ്പൻ്റെയും പഴനിമല മുരുകൻ്റെയും ദർശന പുണ്യവും തേനിയിലെ മുന്തിരിത്തോപ്പിലെ മധുരവും വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ കുളിർമയും മക്കളുടെ ആ കുസൃതി കരച്ചിലുമെല്ലാം മനസ്സിലൊതുക്കി ഞങ്ങൾ വീട്ടിൽ തിരികെ എത്തി. ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച യാത്രയായിരുന്നു. ഈ യാത്രയുടെ ഓർമ്മകൾ എന്നും മനസ്സിൽ ഇതുപോലെ തങ്ങി നിൽക്കും. ഇനി വീണ്ടും അടുത്തൊരു യാത്രാ വിവരണവുമായി എല്ലാവർക്കും ബൈ.